സ്റ്റാർട്ട്. സ്വർഗസ്ഥ പിതാവിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനം ഈ ഹോളി ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ക്യാപ്സ്യൂൾ നമ്പർ 2 ദൈവമക്കൾക്കുള്ള അടുത്ത സന്ദേശമാണ്. അത്ഭുത നിയമനം, അവിശ്വസനീയ നിയമനം. ഇതാണ് സുവിശേഷം. എന്റെ പ്രിയ മകനെ, പ്രിയ മകളെ, നിന്നെ സ്വർഗത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്നത് നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമായ ഒന്നാണ്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അത് നിനക്ക് ഒരു എർത്തിലി മൈൻഡ് സെറ്റിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. സുവിശേഷത്തിലൂടെ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്, ദൈവവചനം പറയുന്നു, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയവും അത് നിരൂപിച്ചിട്ടില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നിന്റെയും എന്റെയും ചിന്തയിൽ ഉൾക്കൊള്ളുന്ന എന്തെങ്കിലുമാണ് തരാൻ പോകുന്നതെങ്കിൽ അത് സുവിശേഷമല്ല. നമുക്ക് എളുപ്പം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് തരുന്നതെങ്കിൽ അത് സുവിശേഷമല്ല. കാരണം ദൈവം ഒരുക്കിയിരിക്കുന്ന അത്രമാത്രം ശ്രേഷ്ഠമായ കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഉയരത്തിലുള്ളതാ. വിശ്വാസികളുടെ പലരുടെയും പ്രശ്നം ഇതാണ്. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഞങ്ങൾ യേശുവിനെ പോലെ ആകുമെന്നോ? ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും, പാസ്റ്ററെ വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഒരിക്കലും അത് പറ്റില്ല. ഞങ്ങൾ എങ്ങനെ യേശുവെ പോലെ ആകുക? ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മോളെ, മോനെ, അതുകൊണ്ടാ ഇത് സുവിശേഷമായേ. നിനക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അത് സുവിശേഷമായി നിലകൊള്ളത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാ. നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാ ഒരുക്കിയിരിക്കുന്നത്. നീ നിന്റെ ഫീലിംഗിന്റെ പുറകെ പോകണ്ട, മറ്റുള്ളവർ പറഞ്ഞതിന്റെ പുറകെ പോകണ്ട. നീ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് പറഞ്ഞാ മതി. ഹല്ലേലൂയ. കാരണം നിന്റെ പഴയ തുരുത്തിയിൽ ഇതുകൊണ്ട് വെച്ചാൽ തുരുത്തി പൊട്ടിപ്പോയേ ഉള്ളൂ, നിൽക്കൂല. നിന്റെ മാനുഷിക മൈൻഡ് സെറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഇതുകൊണ്ട് വെച്ചാൽ നിൽക്കത്തില്ല, പൊട്ടിപ്പോകും. അതായത് ക്രിസ്തുവെ പോലെ ആകുമെന്ന് പറയുമ്പോൾ അവരെന്താ ചിന്തിക്കണേ? ഞങ്ങൾ ദൈവത്തെ പോലെ ആകും. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെ അത്യുന്നതനായ ദൈവമാകാൻ വിളിച്ചിട്ടില്ല. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ അങ്ങനെ വിളിച്ച് നമുക്ക് പറ്റിയ തെറ്റ്, നമ്മൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ കൊണ്ടുപോയി അത്യുന്നതനായ ദൈവമാക്കി നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്കിത് വിശ്വസിക്കാൻ പ്രയാസമായി വരുന്നത്, അടുക്കാൻ പറ്റാതെയായി വരുന്നത്. ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻനിയമിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കുഞ്ഞെ, നീ ഒരു അവിശ്വാസിയാ, അവിശ്വാസി. റോമ 8:29. നമ്മുടെ ഫീലിംഗ് അല്ല ഇനി വിശ്വസിക്കേണ്ടേ, മറ്റുള്ളവർ പറയുന്ന കാര്യമല്ല വിശ്വസിക്കേണ്ടേ, ബൈബിളിലെ വചനം വിശ്വസിക്കുക. കാരണം വചനത്തിൽ വേണം പണിയാൻ. ഇതാ യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ ഈ വചനത്തിൽ പണിയുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവനാണ്. അല്ലാത്തവനും പണിയുക, പക്ഷേ മണൽമേലാന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രശ്നം വരുമ്പോ ഒഴുകി അങ്ങ് പോകും. വായിച്ചേ, റോമ 8:29. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി വേണം ഇനി മക്കൾ ഇനി ജീവിക്കാൻ. വേറെ ഇടത്തേക്ക് വലത്തേക്ക് നോക്കരുത്, ഇടത്തേക്കോ വലത്തേക്കോ നോക്കരുത്. ബൈബിൾ എന്ത് പറഞ്ഞാൽ അതിലേക്ക്. എങ്ങനെ നിങ്ങളുടെ മുൻ നിയമനം ഇതാ,
നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം അത് അങ്ങനെയല്ല എന്ന് ബൈബിളിൽ ഉണ്ടെങ്കിൽ, ഹെബ്രായ ബൈബിളിൽ അങ്ങനെയല്ല, ഗ്രീക്ക് ബൈബിളിൽ വേറെ ടൈപ്പാണ്, ദയവായി എനിക്കൊന്ന് കാണിച്ചു തരണം. ഇതാ സ്ക്രീനിലേക്ക് അത് തെളിഞ്ഞു വരും. നിങ്ങളത് വായിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ മറ്റ് ക്രിസ്തീയ സഹോദരങ്ങളിൽ ബഹുഭൂരിപക്ഷത്തെ നോക്കരുത്, ക്രിസ്തുവെ നോക്കിക്കോളണം. ദൈവത്തിന്റെ വചനം പറയുന്ന ഹെബ്രായർ 12 പറയുന്നത് ഇങ്ങനെയാണ്: സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുന്നു, ക്രിസ്ത്യാനികൾ ഇത്രയും ചുറ്റും നിൽക്കുമ്പോ അവരെ നോക്കാനല്ല പറഞ്ഞേ, വിശ്വാസനായകനും പൂർത്തിവർദ്ധനായ യേശു ക്രിസ്തുവെ നോക്കണം. മനുഷ്യരെ നോക്കിയാൽ തെറ്റിപ്പോകും. അവരങ്ങനെയല്ല ചെയ്യുന്നത്, ഇവരങ്ങനെ ചെയ്യല്ല ചെയ്യുന്നത്. നോക്കരുത്, ക്രിസ്തുവെ നോക്കിക്കോളണം. വായിച്ചേ റോമ 8:29. വായിക്കാൻ അറിയാവുന്നവരല്ല സ്ക്രീനിൽ നോക്കിയൊന്ന് വായിച്ച്. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഇനി സഹോദരി വായിക്കാതെ ജനം ഒന്ന് ഉറക്കെ വായിച്ചത്. ഇനി കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ വായിക്കുമ്പോൾ നിങ്ങളത് വീട്ടിൽ പറഞ്ഞാൽ മതി കേട്ടോ. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രനായ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കേട്ടോ? അപ്പൊ നമ്മുടെ മുൻ നിയമനം എന്താ? ക്രിസ്തുവെ പോലെ ആയിത്തീരണം. മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, എന്നെ ദൈവം മുൻ നിയമിച്ചത് ഞാൻ ക്രിസ്തുവെ പോലെ ആയിത്തീരാനാണ്. അടുത്താക്കി ഷെയ്ക്കാൻ്റെ എടുത്തിട്ട് പറ, എന്നെയും നിന്നെയും ദൈവം മുൻ നിയമിച്ചത് ക്രിസ്തുവെ പോലെ ആയിത്തീരാനാണ്. ഇത് ബൈബിൾ അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ? ഞാൻ തെറ്റൊന്നും പഠിപ്പിച്ചതല്ലോ. ക്രിസ്തുവെ പോലെ ആയിത്തീരണം ഞാൻ തെറ്റൊന്നും പഠിപ്പിച്ചതല്ലോ. അപ്പൊ ഇത് ആർക്കത് വിശ്വസിക്കാൻ പ്രയാസം? ഒരു കൂട്ടരുണ്ട്. അതായത് ക്രിസ്തുവെ കൊണ്ടുപോയി അത്യുന്നതനായ ദൈവമാക്കി വെച്ചു. അപ്പൊ നമ്മൾ ആ ക്രിസ്തുവെ പോലെ ആയിത്തീർന്ന നമ്മൾ ആരായി? പറ. അത്യുന്നതനായ ദൈവമായി. ഇതാണ് ഈ പ്രശ്നം. ഇതാണ് ഈ കിടന്ന് ഗുസ്തി പിടിക്കണേ. ഇതാണ് ഈ കിടന്ന് ഗുസ്തി പിടിക്കണേ. ഈ ഒരു വചന സഭകളിൽ വായിക്കത്തില്ല. വായിക്കുന്നവർക്കായി സ്തോത്രം. ഇതാണ് നമ്മുടെ ഭാവി. ഇതാണ് നമ്മുടെ ഭാവി. ഹല്ലേലൂയ. ഈ മറ്റുള്ള പുറകിലുള്ളതെല്ലാം നമുക്ക് പഠിച്ചില്ലേലും കുഴപ്പമില്ലെന്നേ. ഈ ഭാവി തിരിച്ചറിയണം. എന്നെ മുൻ നിയമിച്ചത് ആരെ പോലെ ആയിത്തീരാനാ? ക്രിസ്തുവെ പോലെ ആയിത്തീരാനാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പഠിച്ചതാണ് തെറ്റ്. ക്രിസ്തു അത്യുന്നതനായ ദൈവമല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ മകനാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. എങ്ങനെ ഉറപ്പിക്കാം? ബൈബിളിലെ വചനം കൊണ്ട് ഉറപ്പിക്കാം. സ്വർഗത്തിലെ ദൂതൻ ഇതാ ലൂക്കോസ് 1:31 ഞാൻ ചിന്തിക്കുന്നു. ഇതാ മറിയയുടെ അടുക്കിലേക്ക് വരികയാണ്, മറിയോട് സംസാരിക്കുകയാണ്. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കും, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അല്ലാണ്ട് അത്യുന്നതൻ എന്ന് വിളിക്കപ്പെടുകയല്ല, അത്യുന്നതന്റെ മകനാണ് അവൻ. നമ്മൾ ആ പുത്രനെ കൊണ്ട് അത്യുന്നതനാക്കി. എന്തിന്? പിശാചിന്റെ കയ്യിലെ കളിപ്പാവകളായി. അതുകൊണ്ട് ദൈവരാജ്യ സുവിശേഷം ഇന്ന് ലോകത്ത് സഭ അറിഞ്ഞില്ല. ദൈവരാജ്യത്തിലെ പുതിയ സൃഷ്ടിയെ അറിഞ്ഞില്ല. പുതിയ സൃഷ്ടിയുടെ നിയമമായ ലോ ഓഫ് ദ സ്പിരിറ്റ് അവർ അറിഞ്ഞില്ല. എടുത്തേക്കൊന്ന് വായിച്ച സിസ്റ്റർ. ലൂക്കോസ് 1:31. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ യേശു ആരാന്ന് പറഞ്ഞേ? അത്യുന്നതനാണോ അത്യുന്നതന്റെ പുത്രനാണോ? അത്യുന്നതന്റെ പുത്രൻ. അപ്പൊ അത്യുന്നതനെ പോലെ ആകാനല്ല നമ്മളെ വിളിച്ചേ, അത്യുന്നതന്റെ പുത്രനായ ഏകജാതനായ ക്രിസ്തുവെ പോലെ ആകാനാ വിളിച്ചേക്കണേ. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം അത്യുന്നതനായ ദൈവത്തിന്റെ അവകാശികളും അത്യുന്നതനായ ദൈവത്തിന്റെ മക്കളും അപ്പോൾ തന്നെ ക്രിസ്തുവോട് ചേർന്ന്
കൂട്ടവകാശികളുമായിരിക്കും. എന്തേ ഇത് സഭകളിൽ മിണ്ടാത്തേ? ഈ വചനം എന്താ നുണയാ? അല്ലോ ഈ വചനം വല്ല തെറിയ? ഇത് പറഞ്ഞാൽ ഇതിനു മുമ്പ് പണിത് വെച്ചതൊക്കെ ഇടിഞ്ഞ് താഴെ വീഴും. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തമായി തിരിച്ചറിയണം. നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വചനത്തിന് വിപരീതമായ ഒരു സെറ്റപ്പാണ് നല്ലൊരു പങ്ക് ക്രിസ്തീയ മേഖലയിലും പണിതു വച്ചിരിക്കുന്നത്. സത്യം പണിതവർ വളരെ കുറച്ചേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ നുണ വെളിച്ചത്താകും നിങ്ങൾ ചെന്നാൽ, അതുകൊണ്ട് അവർ നിങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറയാതെ നുണയോട് കൂടെ ഇങ്ങനെ നടന്ന് അവസാനം നരകത്തിൽ പൊക്കോളാം. അങ്ങനെയെങ്കിൽ തൽക്കാലം പള്ളിയിൽ നിൽക്കാം. ഹല്ലേലൂയ. സത്യത്തിന് സാക്ഷി നിൽക്കാൻ വിളിച്ച യേശുവിനെ പോലെ നീ സത്യത്തിന് സാക്ഷി നിന്നാൽ നീ പുറത്തു പോകും യേശുവിനെ പോലെ. ഹല്ലേലൂയ. അതിനുശേഷം നീ സ്വർഗരാജ്യത്തിൽ നിത്യം ജീവിക്കും. അല്ല, ഇവരോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നീ സത്യം പറയാതെ ഒളിച്ചൊളിച്ച് വെച്ച് ഭീരുവിനെ പോലെ നടന്നാൽ, ദൈവത്തിന്റെ വചനം വെളിപ്പാട് 21 പറയുന്നു, സ്വർഗരാജ്യത്ത് പുറത്താക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ക്യൂവിൽ ആദ്യം വെക്കുന്നത് ഭീരുക്കളാ. ഭീരുക്കൾ പുറത്ത്. ഹല്ലേലൂയ. ആകരുത്. നിന്നെ എന്തിനാ നിയമിച്ചേക്കണം മോനെ? എന്തിനാ പയ്യോ നിന്നെ നിയമിച്ചേ? ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആകാൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. നമ്മുടെ പഴയ സൃഷ്ടി, എല്ലാ സൃഷ്ടികൾക്കും ഒരൊറ്റ സൃഷ്ടിപ്പേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് മാത്രം ഇരട്ട സൃഷ്ടിപ്പാ. ഹല്ലേലൂയ. ആദ്യത്തെ സൃഷ്ടിപ്പിൽ പ്രിയ മോനെ നീയും ഞാനും ജഡരൂപികളാ, മണ്ണുകൊണ്ടുള്ളതാ, സോൾ രൂപികളാ. ദൈവം മണ്ണുകൊണ്ടുള്ളവനല്ല. ദൈവം മണ്ണുകൊണ്ടുള്ളവനാ? ദൈവം സോൾ രൂപിയാ, ദേഹി രൂപിയാ? അല്ലേ അല്ല. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്ന ദൈവത്തെക്കാൾ താഴ്ത്തി നമ്മളെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ദൈവ സാദൃശ്യ സ്വരൂപം ഉണ്ടെങ്കിലും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയ സൃഷ്ടിച്ചേ. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ സൃഷ്ടിപ്പുണ്ടല്ലോ, അതാണ് പുതിയ സൃഷ്ടിപ്പ്. അത് ആദത്തിലല്ല, ക്രിസ്തുവില. ആ സൃഷ്ടിപ്പിൽ നമ്മളെ ദൈവത്തെക്കാൾ താഴ്ത്തിയല്ല സൃഷ്ടിച്ചേ, ദൈവാനുരൂപമായ സൃഷ്ടിച്ച്. തിരിച്ചറിയണം, ദൈവത്തിന്റെ വർഗമാണ് നമ്മള്, ദൈവത്തിന്റെ മക്കളാ നമ്മള്. വചനമില്ലെന്നോ? ആരാ പറഞ്ഞേ? പുതിയ സൃഷ്ടിപ്പിൽ ഒരുവൻ ക്രിസ്തുവിലായ 2 Corinthians 5:17 പറയുന്നു, അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി ആരെ പോലെ ഇരിക്കണെന്ന് അറിയാമോ? എക്സാക്ട്ലി ദൈവത്തെ പോലെ ഇരിക്കണേ. എക്സാക്ട്ലി ദൈവത്തെ പോലെ. ഹല്ലേലൂയ. 2 Corinthians 5:17 വായിച്ചേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പഴയത് കഴിഞ്ഞുപോയി. മണ്ണുകൊണ്ടുണ്ടാക്കിയ പരിപാടി ഉണ്ടല്ലോ, അത് പോയി, കഴിഞ്ഞു. ആരുടെ മുമ്പിൽ? ദൈവത്തിന്റെ മുമ്പിൽ. ഒരുവൻ ക്രിസ്തുവിലാവും പുതിയ സൃഷ്ടിയാ. ആ സൃഷ്ടി ആരെ പോലെയാ? ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തെ പോലെയാ. ദൈവത്തെ പോലെ. സംശയമുണ്ടോ? എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവത്തിന്റെ വചനം ഇതാ പറയുകയാണ്, ആ സൃഷ്ടിപ്പ് വേറെ ആരെ പോലെയല്ല, ദൈവത്തെ പോലെയാണ്. വായിച്ചോളൂ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. മനസ്സിലായോ മോനെ? മനസ്സിലായെങ്കിൽ സ്ക്രീനിൽ നീ വായിച്ചോ. നീ ആരെ പോലെ നിന്നെ സൃഷ്ടിച്ചേക്കണേ? നിന്റെ പുറം നോക്കരുത്, ഈ പുറം പഴയതാ. നിന്റെ ഉള്ളിൽ ആത്മാവിൽ നിന്നെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചേക്കണേ, ദൈവത്തിന് അനുരൂപമായ സൃഷ്ടിച്ചേക്കണേ. ദൈവത്തെക്കാൾ താഴ്ത്തിയല്ല നിന്നെ സൃഷ്ടിച്ചേക്കണേ, ദൈവ അനുരൂപമായ സൃഷ്ടിച്ചേക്കണേ. മനസ്സിലായോ? ദൈവത്തിന്റെ മകനായി ക്രിസ്തുവെ പോലെ സൃഷ്ടിച്ചേക്കണം നിന്നെ, ക്രിസ്തുവെ പോലെ. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയാണോ? ഒന്ന് നോക്കി. ക്രിസ്തുവെ പോലെ. അതുകൊണ്ടാ എന്നെ നിങ്ങളെ ക്രിസ്തുവിനെ പോലെയാകാൻ മുൻ നിയമിച്ചെന്ന് പറയണേ, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാകാൻ മുൻ നിയമിച്ചെന്ന് പറയണേ. അത്യുന്നതനായ ദൈവമായല്ലോ നമ്മളെ സൃഷ്ടിച്ചേ, ദൈവത്തിന്റെ മക്കളായി, ക്രിസ്താനുരൂപരായി. ക്രിസ്താനുരൂപരായി. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഒന്ന് വായിച്ചു നോക്കി, ഒന്നുകൂടി വായിച്ചു നോക്കി. അവിടെ വായിക്കാൻ പറ്റുന്ന സ്ക്രീനിലൊന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചേ. ഞാൻ കേൾക്കുന്നില്ലല്ലോ.
അപ്പൊ ഈ പുതിയ സൃഷ്ടി ആരെ പോലെ ഇരിക്കണേ? ദൈവാനുരൂപമായി. ആ ദൈവാനുരൂപതയാണ് ദൈവപുത്രനായ ക്രിസ്തു. മനസ്സിലായോ? ഇതുകൊണ്ടാണ് നമ്മളോട് പലരോടും പലയിടത്തും പറഞ്ഞത് ക്രിസ്തുവെ ധരിക്കുക, ക്രിസ്തുവെ ധരിക്കുക. കാരണം ഇപ്പൊ ധരിച്ചു കിടക്കുന്ന പഴയ മനുഷ്യനാ, ആദാനുരൂപനാ. അവനെ ഉരിഞ്ഞിക്കള, എന്നിട്ട് പുതിയ സൃഷ്ടിയെ ധരിക്കുക, ധരിക്കുക, ധരിക്കുക. പക്ഷെ നമ്മളുടെ പഴയ മനസ്സാണ് നമ്മളെ പഴയ തുരുത്തി കൊണ്ടേ ചെല്ലണേ. ആദ്യം തുരുത്തി മാറ്റുക. നീ ആരെപ്പോലെ ഇരിക്കണേന്ന് മനസ്സിലാക്കുക. ആദ്യം നീ ദൈവാനുരൂപനാ, നീ ക്രിസ്താനുരൂപനാ. ആദ്യം തിരിച്ചറിയുക, എന്നിട്ട് തുരുത്തി മാറ്റിവെക്ക്. പുതിയ സൃഷ്ടിയിൽ ഞാൻ ദൈവാനുരൂപനാ, ക്രിസ്താനുരൂപനാ. പുതിയ സൃഷ്ടിയിൽ ഞാൻ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. എഫേസ്യർ 5 അടുത്ത അധ്യായം 5:1 വായിച്ച്. ദൈവം നമ്മളോട് പറയാണ്, നിങ്ങൾ ആരാന്നറിയാമോ? വായിക്കാം. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ആകയാൽ പ്രിയ മക്കൾ, ദൈവമായി അനുകരിക്കാനല്ല പറഞ്ഞ, അത്യുന്നതനായ ദൈവമായി അനുകരിക്കാനല്ല പറഞ്ഞ, പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുക. അപ്പോ നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. ക്രിസ്തു ആരാ? ദൈവത്തിന്റെ മകന, ഏകജാതൻ അല്ലേ? പക്ഷെ ഇപ്പോൾ ആരായി? ആദിജാതനായി. പിടുത്തം കിട്ടിയ? ഇതല്ലേ റോമ 8:29 പറയുന്നത്? തന്റെ പുത്രനായ ക്രിസ്തു, അതായത് ഏകജാതനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഇത് വിശ്വസിക്കാൻ എന്താ ഇത്ര പാട്? ഇത് ദൈവവചനമല്ലേ? അതോ മനോരമയിലെ, മംഗളത്തിലെ, ഗൾഫ് ന്യൂസിലെ, ന്യൂയോർക്ക് ടൈമിലെ ഏതെങ്കിലും ന്യൂസ് ആണോ? അതോ ദൈവവചനത്തിലെ ദൈവം നമുക്ക് തരുന്ന ന്യൂസ് അല്ല ഇത്? എന്താ ഇത്ര പ്രയാസം ഇത് വിശ്വസിക്കാൻ? ഏകജാതനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ. അപ്പൊ ക്രിസ്തുവിന് ആരുണ്ട്? എന്തത്ര പറയാൻ പാട്? ക്രിസ്തുവിന് ആരുണ്ട്? അനേക സഹോദരന്മാരുണ്ട്. എപ്പോ? കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ. അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ, ആദ്യം ജനിച്ചവനാകണം ആര്? ക്രിസ്തു. ഇവരുടെയൊക്കെ ലീഡറാ, ഇവരുടെയൊക്കെ ലീഡറാ. ഹല്ലേലൂയ. ആദ്യജാതനാകേണ്ടതിന് സ്വർഗത്തിലെ ദൈവം മുൻ നിയമിച്ചു, സീൽ. ഇതാണ് നമ്മുടെ ഭാവി. നമ്മൾ ഇനി പുറകിലേക്കല്ല നോക്കേണ്ടേ, ഭാവിയിലേക്ക് നോക്കേണ്ടേ. ദൈവത്തിന്റെ വചനം പറയുന്നു, പുറകിൽ നമ്മൾ മൺരൂപിയ, ജഡരൂപിയ. ഒന്നാം മനുഷ്യനായ ആദം ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, ജഡരൂപി. ഒടുക്കത്തെ ആദം ഭൂമിയിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നുള്ള കർത്താവ് ക്രിസ്തു, സർവപ്രപഞ്ചത്തിന്റെ രാജാവ്, ദൈവത്തിന്റെ ഏക പുത്രൻ, സ്വർഗത്തിൽ നിന്ന്. അവിടെ പറയാണ്, ആ വ്യക്തി ആരാണ്? ജീവിപ്പിക്കുന്ന ആത്മാവാം, ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്. എന്നിട്ട് പറയാണ്, മണ്ണുകൊണ്ടുള്ളവനെ പോലെയാണ് മണ്ണുകൊണ്ടുള്ളവരും, ആദത്തെ പോലെ. എന്നാൽ ക്രിസ്തുവിലുള്ളവർ സ്വർഗീയനെ പോലെയാണ് സ്വർഗീയർ. അവരും ജീവിപ്പിക്കുന്ന ആത്മാക്കളായി മാറും. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം നമുക്ക്. നമ്മുടെ മുൻ നിയമനം തിരിച്ചറിയ. ആ മുൻ നിയമനം ഇതാണ് അവിശ്വസനീയ സന്ദേശം, അത്ഭുത സന്ദേശം. ഹല്ലേലൂയ. നീ ആരാണ് തിരിച്ചറിയ. ഈ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ അവകാശിയാണ്, ക്രിസ്തുവിന്റെ സഹോദരനാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ്. ഈ ഭൂമിയിൽ കേൾക്കാത്ത ഈ ശബ്ദം, വിശുദ്ധ ബൈബിളിൽ ഈ ശബ്ദം ഈ ഭൂമി മുഴുവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15 ഈ പറയുന്നതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിലെ വചനം രേഖപ്പെടുത്തി എന്നെ തിരുത്താം. ഈ ബൈബിളിൽ അങ്ങനെയല്ല എങ്കിൽ. ഹല്ലേലൂയ. നീ ആരെന്ന് നീ തിരിച്ചറിയ പ്രിയമോനെ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് രണ്ട് ജനറേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. രണ്ട് സൃഷ്ടിപ്പുണ്ട്, രണ്ട് ലിനിയേജ് ഉണ്ട്. അത് 1 കൊരിന്ത്യർ 15:22 എഴുതിയിട്ടുണ്ട്. 22 അതാണ് ഒന്ന് ആദത്തിൽ, മണ്ണുകൊണ്ടുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ജഡ മനുഷ്യൻ. നമ്മൾ ഇനി ഒരിക്കലും അങ്ങോട്ടേക്ക് വരുന്നില്ല. പിന്നെ മറ്റൊന്ന് ക്രിസ്തുവിൽ, ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ളവൻ, ആദം ഭൂമിയിൽ നിന്നുള്ളവൻ. ഹല്ലേലൂയ. ഇതാ വായിച്ച 15:22. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ. ആദമിലുള്ള എല്ലാവരും ഇതുകൊണ്ടില്ല, ഒക്കെ മരിച്ചു പോകും. ക്രിസ്തുവിൽ നീ ആയാൽ നിനക്ക് മരണമില്ല, നീ ജീവിപ്പിക്കപ്പെടും.
കാരണം നീ അവിടെ ദൈവത്തിന്റെ മകനാ, സ്വർഗീയനാ, ഭൗമികനല്ല, ആത്മീകനാ, ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവനാ, ഭൂമമണ്ഡലത്തിലല്ല. ഭൗമമണ്ഡലത്തിൽ നീ വെളിപ്പെടത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ജോലിക്ക് വേണ്ടി വരുന്ന സ്ഥലമാണ് ഭൗമമണ്ഡലം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിച്ച് ഫാക്ടറിയിൽ ജോലിക്ക് പോകൂലേ, ഇതേപോലെ അത്രേ ഉള്ളൂ. പുതിയ യെരൂശലേമിൽ താമസിക്കും, ഭൂമിയിൽ ജോലിക്ക് വരും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, ഇനി ഇവരെ രണ്ടുപേരും നമ്മളെ ക്ലാസിഫൈ ചെയ്യുകയാണ്. 45 മുതൽ 15-45 പോലെ ഇവർ രണ്ടും കൂടി ക്ലാസിഫൈ ചെയ്യുകയാണ്. ഒന്നാം ഇത് മനുഷ്യനായ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നാം സ്വർഗീയനായ ക്രിസ്തുവെ പോലെ പൂർണ്ണമായി ആകാൻ പോവുകയാണ്, സ്വർഗീയന്റെ പ്രതിമ ധരിക്കാൻ പോവുകയാണ്. വായിച്ചോ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യത്തേത് മണ്ണുകൊണ്ടുള്ള ശരീരത്തിലുള്ള ദേഹിയ, ആത്മാവ് ഉണ്ടെങ്കിലുള്ളൂ, ആത്മാവിലല്ല കൺട്രോൾ, ദേഹിയ. രണ്ടാം മനുഷ്യനായത് മണ്ണുകൊണ്ടുള്ളവനല്ല, സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ലെവൽ മാറി, ഹൈ ലെവലായി, സ്വർഗത്തിൽ നിന്നുള്ളതായി താഴേക്ക്. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. അല്ല, ആദ്യത്തിലുള്ളത് പ്രാകൃതമാണ്, ആത്മീയമായതല്ല. ഈ ഭൗമികമായതാ, ആത്മീയമാണ് പിന്നത്തേതിൽ വന്നത്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് താഴെ നിന്ന് വന്നതാ, മണ്ണുകൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. രണ്ടാം മനുഷ്യൻ ദൈവപുത്രൻ, സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. അപ്പൊ രണ്ടും ഇനം വേറെയാ, ഒന്ന് ഭൂമി എന്നുള്ളത്, മറ്റേത് സ്വർഗത്തിൽ നിന്ന് ഉള്ളത്. താഴേക്ക്. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. അപ്പൊ നാം എല്ലാവരും മണ്ണുകൊണ്ടുള്ള ആദ്യത്തെ പോലെയാ. സംശയമുണ്ടോ? എല്ലാവരും ഇത് മണ്ണല്ലേ, അല്ലേ? മണ്ണുകൊണ്ടുള്ളവരും. പിന്നെ നമ്മൾ വീണ്ടും ജനനത്തിൽ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. അപ്പൊ വീണ്ടും ജനനത്തിൽ നാം സ്വർഗീയനെ പോലെയാ. ആരാ ഈ സ്വർഗീയൻ? ക്രിസ്തു. മനസ്സിലായ? അപ്പൊ വീണ്ടും ജനനത്തിൽ നാം ആരെ പോലെയാ? ക്രിസ്തുവെ പോലെയാ. പക്ഷെ അത് വെളിപ്പെടുന്നില്ല, നമ്മളിത് അറിയുന്നില്ലെന്നേ, നമ്മുടെ ഉള്ളിലുണ്ടെന്നേ. ഇതാ ദൈവത്തിന്റെ വചനം കൊളോസ്യർ 1:27 പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെന്നേ, നിന്റെ ഉള്ളിലുണ്ടെന്നേ. നീ അത് അറിയുന്നില്ലെന്നേ, ഇത് അറിയണമെന്നേ. ആ ക്രിസ്താനുരൂപനാണെന്ന് നീയെ. ഹല്ലേലൂയ. പക്ഷെ ആ രൂപം നീ ഇതുവരെ ധരിച്ചിട്ടില്ല. നീ മണ്ണുകൊണ്ടുള്ളവന്റെ രൂപം നീ ധരിച്ചു, ഞാനും ധരിച്ചു, അല്ലേ? പക്ഷെ സ്വർഗീയന്റെ രൂപം നമ്മുടെ അകത്തേ ഉള്ളൂ, പുറത്ത് കിട്ടിയിട്ടില്ല. ജയിച്ചാൽ പുറത്തും കിട്ടും, ജയിച്ചാൽ പുറത്തും കിട്ടും. അതാണ് താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ആ ടെൻസ് കേട്ടോ, ടെൻസ് കേട്ടോ. ഒന്ന് ധരിച്ചു, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചു, കഴിഞ്ഞു. അടുത്തത് പുതിയ സൃഷ്ടിയിൽ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. അതാണ് സ്വർഗീയനായ ദൈവപുത്രന്മാർ, ക്രിസ്താനുരൂപന്മാർ. മനസ്സിലായോ? നാം ക്രിസ്തുവെ പോലെയായി തീരാൻ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി. ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. ഇവിടുന്ന് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ ചിന്തിക്കുന്നില്ല, ഒരു 99% നിങ്ങൾ തിരിച്ചിനി ഒരിക്കലും കേൾക്കാൻ വഴിയില്ല, നിങ്ങളുടെ ബൈബിളിലല്ലാതെ. ഇതാരെങ്കിലും പറയുന്നുവെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അവന് ക്രിസ്തുവെ പോലെ, പൗലോസിനെ പോലെ ആത്മീകമായ നട്ടലുള്ളവനാ. ബൈബിളിലെ സത്യം വിളിച്ചു പറയുന്നതിന് യാതൊരു പേടിയുമില്ല. സത്യത്തിന് സാക്ഷി നിൽക്കാൻ നമ്മൾ വിളിച്ച്. ഇത് എന്തെങ്കിലും നിങ്ങളുടെ വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്തതാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് തിരുത്താം. വേറെ അതും ഇതും പറഞ്ഞു വരണ്ട, ഇത് സത്യമാണെന്ന് ആദ്യം നോക്ക്. ഹല്ലേലൂയ. ക്രിസ്താനുരൂപന്മാരാകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇനി ദൈവത്തിന്റെ വചനം പറയാ, ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ നാം ക്രിസ്തുവെ പോലെ ആയിത്തീരും. നമ്മൾ എന്തിനാ മസൽ പിടിക്കണേ? ആവൂല ആവൂല എന്നും പറഞ്ഞുകൊണ്ട്. നാം ക്രിസ്തുവെ പോലെ ആയിത്തീരും. നമ്മൾ മസൽ പിടിക്കുന്നതിന്റെ കാരണം ക്രിസ്തുവെ കൊണ്ട് അത്യുന്നതനായ ദൈവമാക്കി വെച്ചു. ഇനി നാം ക്രിസ്തുവെ പോലെ ആയ മറ്റൊരു അത്യുന്നതനായ ദൈവമാകും. അങ്ങനെയില്ല. ക്രിസ്തു അത്യുന്നതനായ ദൈവത്തിന്റെ മകൻ. ഇതല്ലേ ദൈവം എവിടെയെല്ലാം ക്രിസ്തുവിനെ കാണുമ്പോൾ ഉടനെ വിളിച്ചു പറയുന്നത്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഇതല്ലേ പിശാചികള് എവിടെ യേശുവിനെ കണ്ടാലും പറയണേ. ഇവർക്കൊക്കെ ആത്മലോകത്തിൽ യേശുവിനെ നേരത്തെ അറിയാം. അവർ ഉടനെ വിളിക്കുകയാണ്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അവർക്കൊക്കെ അറിയാം യേശു ആരാണെന്ന്, പുത്രനാണ്. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് ചോദിച്ചാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവര് പലതും പറയുന്നു, മനുഷ്യർ പലതും പറയുന്നുണ്ട്. നീ ഏലിയാവാണ്, ഇങ്ങനെ പലതും പറഞ്ഞു. ഉടനെ പത്രോസ് ചാടിക്കറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹയാ. യേശുക്രിസ്തു പറഞ്ഞു, പൊട്ടത്തേറ്റ്
പോട്ടത്തെറ്റ്. നിന്നെ ആരാ ഇത് പഠിപ്പിച്ച ദുരുപദേശം? ഞാനാണോ അത്യുന്നതനായ ദൈവം എന്നല്ല യേശു പറഞ്ഞേ. നിന്നെ ഇത് പഠിപ്പിച്ച വേറെ ആരുമല്ല, എന്റെ അപ്പനാ. മനസ്സിലായോ? എന്റെ അപ്പനാ നിന്നെ ഇത് പഠിപ്പിച്ചേ. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അത്യുന്നതനായ ദൈവമാകാൻ നമ്മളെ ആരെയും വിളിച്ചിട്ടില്ല. അത്യുന്നതനായ ദൈവത്തിന്റെ മകനായ ക്രിസ്തുവെ പോലെ ആകാനാ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ഈ ബൈബിൾ സത്യമാണ് നമ്മുടെ ഭാവി. പഴയതിൽ അത് അങ്ങനെയായിരിക്കുക, ഇങ്ങനെയായിരിക്കുക, അങ്ങനെയായിരിക്കുക, ഇതൊന്നും നമ്മൾ അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണ്ടത് പഴയതിലേക്ക് പോകാനല്ല, പുറകിലേക്ക് പോകാനല്ല. നമുക്ക് വേണ്ടത് ഭാവിയിലേക്ക് എത്തിച്ചേരാനാണ്. അതുകൊണ്ട് ഭാവിയിൽ എന്നെ നിങ്ങൾ നിയമിച്ചത് ദൈവാനുരൂപനായ ക്രിസ്താനുരൂപനായ ദൈവപുത്രന്മാരായി ഞാനും നിങ്ങളും മാറണം. അതിനുവേണ്ടിയാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എത്തുക. നമ്മുടെ ഈ ശ്വാസം ഇപ്പൊ തീരും. അതിനു മുമ്പ് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. തർക്കിച്ച് നിൽക്കാൻ നമുക്ക് സമയമില്ല, ലക്ഷ്യത്തിലെത്തണം. ഹല്ലേലൂയ. തർക്കത്തിൽ വരുന്നതിനോട് കാര്യം പറഞ്ഞു കൊടുക്കുക. വീണ്ടും തർക്കിക്കാനാണോ? ടാറ്റ ബൈ ബൈ. ഹല്ലേലൂയ. ഇതാ സത്യം നിന്നെ അറിയിച്ചു, നിനക്ക് വേണമെങ്കിൽ അതിൽ ജീവിക്കാം, വേണ്ട എങ്കിൽ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യമായി ക്രിസ്തു അനുഗമിച്ച് ലാക്കിലേക്ക് ഓടുകയാണ്. ഇതാ ദൈവത്തിന്റെ വചനം അവസാനമായി നിങ്ങളോട് പറയുന്നത്. ഈ ഭാഗം വിശുദ്ധ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പഴയ വംശാവലിയും പഴയ ഡിഗ്രിയും പഴയ പഠിച്ചതും ഒന്നും വെക്കുന്നില്ല, പിൻപിലുള്ളതിനെ മറക്കുക. പിൻപിലുള്ളതിനെ മറന്നിട്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുണ്ട്. അതാണ് സമ്മാനം, അതാണ് അവകാശം, അതാണ് ഹെവൻലി പൗരത്വം. ആ PR-ലേക്ക്, പെർമനന്റ് റെസിഡൻസിലേക്ക്, HPR, ഹെവൻലി പെർമനന്റ് റെസിഡൻസ്, അതിനെ ലക്ഷ്യമാക്കി ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിപ്പാൻ ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി. ക്രിസ്തുവിൽ അവസാനിക്കുന്നില്ല. ഇന്നത്തെ ക്രിസ്തീയ ലോകം ബഹുഭൂരിപക്ഷം ക്രിസ്തുവിൽ തീർന്നു. എന്നാൽ ഇവിടെ പറയാണ്, ക്രിസ്തുവിൽ തുടങ്ങി, ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയായ ആ പൗരത്വം അല്ലെങ്കിൽ ആ വിരുദ്, ആ സമ്മാനം, അവകാശം പ്രാപിക്കേണ്ടതിന് ലാക്കിലേക്ക് ഓടുകയാ. ഇനി പുറകിലേക്ക് നോക്കാൻ സമയമില്ല. പിൻപിലേക്ക് നോക്കുന്നവർ ഓർത്തോ. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തോ. പുറകിലേക്ക് നോക്കരുത്, പുറകിലേക്ക് നോക്കരുത്, വിട്ടുപോയതിനെ ഓർക്കരുത്. ഹല്ലേലൂയ. നീ മുൻപിലുള്ളതിനെ ഓർത്തോളണം, മുൻപിലുള്ളതിനെ. ഹല്ലേലൂയ. പുറകിലുള്ളതിനെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മിനിഞ്ഞാന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന്റെ തലേന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ഓർത്ത് കരയണ്ട. നീ മുൻപിലുള്ളതിന്റെ ലക്ഷ്യമായി ആ ബിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടാൻ നോക്കാം. ഹല്ലേലൂയ. അത് പറഞ്ഞത് അവസാനിപ്പിക്കുക. വചനം വായിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. വായിച്ചാട്ടെ. 3-ാം അധ്യായം 14-ാം വാക്യം. ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു. എത്ര കാര്യം ചെയ്യണം ഇനി? 10 കാര്യം ചെയ്യണോ? വേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ് ആ ഒന്ന്? പിൻപിലുള്ളത് മറന്നു. ആദ്യം ചെയ്യേണ്ട കാര്യം പിൻപിലുള്ളതിനെ മറക്കണം. എന്നിട്ട് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട്, മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ അവസാനിക്കണമെന്നല്ല പറഞ്ഞ, ക്രിസ്തു യേശുവിൽ തുടങ്ങണം. ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി. അപ്പൊ ക്രിസ്തു യേശുവിൽ ദൈവം, അത്യുന്നതനായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അല്ലാണ്ട് ക്രിസ്തു അല്ല അത്യുന്നതനായ ദൈവം, ക്രിസ്തു യേശുവിൽ അത്യുന്നതനായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി, സമ്മാനത്തിനായി. അതാണ് അവകാശം. ആ അവകാശത്തിനായി ലാക്കിലേക്ക് ഓടുകയാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി പിശാച് പല ഡോക്ടറിനും ഇത് കാലാകാലങ്ങളിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവവചനത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള സത്യമാണ്. സത്യമാണ്. ഹല്ലേലൂയ. ഇത് ദൈവപുത്രനായ ക്രിസ്തുവിൽ പിതാവ് തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. അത് ക്രിസ്തുവിൽ ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ആ ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ത്രിയേക പ്രവർത്തനമാണ്. അല്ലാണ്ട് ത്രിയേക ദൈവമൊന്നും ഇല്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയ ത്രിയേക ദൈവത്തിന്റെ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ, ത്രിയേക ദൈവത്തിൽ ഉടമസ്ഥനെ അവകാശിയും കൂടി ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് തുല്യ ശക്തിയാന്ന് പറഞ്ഞു. സ്വന്തമായി പ്രവർത്തിക്കുന്നവനെയും സ്വന്തമായി ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത ക്രിസ്തുവിനെയും കൂടെ ഒരുമിച്ച് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതാ കൂട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് വെച്ചിട്ട് മൂന്നും കൂടി കൂട്ടി ഒരു ദൈവമാക്കി. ബൈബിളിൽ എവിടെ അങ്ങനെ ഒരു ദൈവമാക്കിയേ? ബൈബിളിൽ അങ്ങനെ ആക്കിയിട്ടേ ഇല്ല. ഹല്ലേലൂയ. ഒരു ദൈവമാക്കി. അപ്പോ ഇനി ക്രിസ്തുവിനെ താഴേക്ക് ഇറക്കാൻ പറ്റുമോ? ഓൾറെഡി മോളിൽ കയറ്റി. ഇനി താഴേക്ക് ഇറക്കാൻ പറ്റുമോ? താഴേക്ക് ഇറക്കിയില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ക്രിസ്തു അനുരൂപനാകാൻ പറ്റത്തില്ല. കാരണം നമ്മളെ വിളിച്ചത് അത്യുന്നതനായ ദൈവമാകാനല്ല, ദൈവത്തിന്റെ മക്കളാകാനാണ്. മനസ്സിലായോ? ക്രിസ്തു അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, പിതാവ് എന്നേക്കാൾ വലിയവൻ. പക്ഷെ നമ്മൾ സമ്മതിക്കുമോ?
ഹല്ലേലൂയ. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു വലിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളെ എനിക്ക് തന്ന പിതാവ് എല്ലാവരെക്കാളും വലിയവനാ. നമ്മളെ കൊണ്ടുപോയിട്ട് ആ വലിയവനോട് കൂടെ ക്രിസ്തുവിനെ ഒപ്പത്തിനൊപ്പം വെച്ചു. ചില വാക്യങ്ങളും വെച്ചുകൊണ്ട്, മനസ്സിലായോ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്നുള്ള ഒരു ബൈബിളിന്റെ ഒരു വചനമുണ്ട്. ആ വചനം വെച്ച് അവിടെ കൊണ്ടങ്ങ് ആക്കി വെച്ചു. ഏത് ദൈവ പൈതലും ഏത് ദൈവപുത്രനും തന്റെ ഏത് മകനും അപ്പനോട് സാദൃശ്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മകൻ ജനിച്ചാൽ ആ മകനും മനുഷ്യൻ തന്നെയാ, പക്ഷേ അപ്പനല്ല, മകനാണ്. ഹല്ലേലൂയ. രണ്ടുപേരും ഇമേജിൽ തുല്യരാണ്. ഈ ഒരു കാര്യം തിരിച്ചറിയണം. പക്ഷേ സമ്പത്തിൽ തുല്യരല്ല. അപ്പൻ ഉടമസ്ഥനാണ്, മോന് ഒന്നിനും ഉടമസ്ഥനല്ല, അവകാശിയാണ്. ഹല്ലേലൂയ. അപ്പൻ ധന്യനായ ഏകാധിപതിയാണ്, താൻ മാത്രം അമർത്യതയുള്ളവനാണ്, തന്നിൽ മാത്രമേ ജീവനുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സ്വയമേ ജീവനില്ല. ഹല്ലേലൂയ. താൻ സ്വയത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ല, തനിക്ക് പിതാവിൽ ആശ്രയിച്ചേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊന്നും ഒരിക്കലും തുല്യമാകത്തില്ല. പക്ഷെ നമ്മൾ കൊണ്ട് തുല്യത വെച്ചു. പക്ഷെ തുല്യതയുണ്ട്. എന്താണ് തുല്യത? രണ്ടുപേരും ഒരേ ഇമേജാണ്. ഹല്ലേലൂയ. രണ്ടുപേരും ഒരേ ഇമേജാ. മനുഷ്യനാ നിങ്ങൾക്കൊരു പുത്രൻ ജനിച്ച രണ്ടും അപ്പനും മോനും ഒരേ ഇമേജാ. ബാക്കി ഒന്നും തുല്യം അല്ല. അപ്പൻ സ്വയമേ പ്രവർത്തിക്കുന്നു, മോന് സ്വയമേ പ്രവർത്തിക്കാനേ കഴിയുകയില്ല. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ധന്യനായ ഏകാധിപതിയെ കുറിച്ച് പറയുന്നു, ഇതാ താൻ മാത്രം അമർത്യതയുള്ള അപ്പനെ, ജീവനുള്ള അപ്പനെ കുറിച്ച് പറയുകയാണ്, ഞാൻ സർവ്വജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് അപ്പം പറയുമ്പോൾ മോനോട് പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവ് ചെയ്തതേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ആ പിതാവ് ചെയ്തത് പുത്രൻ ചെയ്യുന്നതാണ് ആ ലോ ഓഫ് ദ സ്പിരിറ്റ്. അതിൻ്റെ ഉള്ളിൽ ഒരു ത്രിയേക പ്രവർത്തനം ഉണ്ട്. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ കേട്ടത്. സ്നാന സമയത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൽപ്പിക്കാൻ സ്നാനപ്പെടുത്തുന്നവരോട് കൽപ്പിച്ചു. എന്നാൽ സ്നാനം സ്വീകരിക്കുന്നവരോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം യേശുവിന്റെ നാമത്തിന്റെ ഉള്ളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അത് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്, ആത്മാവിന്റെ നിയമമാണ്. യേശുവിലുള്ള ആ നിയമം വേണം യേശുവിന് അനുരൂപമാകാൻ നിയമിച്ച നമ്മളിലും ഉണ്ടാകാൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മളിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ത്രിയേക പ്രവർത്തനമാണ് നമ്മുടേത്. നമ്മൾ ഇന്ന് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, സ്വയത്തിൽ പ്രവർത്തിക്കുക. എന്നാൽ ദൈവപുത്രന്റെ പ്രവർത്തനം സ്വയത്തിലല്ല, പിതാവിൽ നിന്ന് തന്റെ പിതാവിന്റെ ആത്മാവിലൂടെ ആരംഭിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ എസെക്കിയേൽ 36:27 പ്രവചന നിവൃത്തിയാണ്. ദൈവം പറയുന്നു, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ത്രിയേക പ്രവർത്തനം. ഞാൻ എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവം, എന്റെ ആത്മാവ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവപുത്രന്മാർ. പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. ത്രിയേക പ്രവർത്തനം ക്രിസ്തുവിലുള്ള നമ്മളിൽ എല്ലാവരിലും ഇത് സംഭവിക്കണം. അതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ക്രിസ്തുവിൽ പ്രവർത്തിച്ച ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇതാണ് റോമ 8:1-2 പറയുന്നത്. ക്രിസ്തുവിൽ ഈ ആത്മാവിന്റെ നിയമമാണ് പ്രവർത്തിച്ചത്. ആ ആത്മാവിന്റെ നിയമമാണ് നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തത്. ഈ സത്യം അങ്ങനെ തന്നെ. സത്യം ഒരിക്കലും മരിക്കത്തില്ല. ആരൊക്കെ തലകുത്തി മറിയാ സത്യം പറഞ്ഞവനെ വെട്ടിക്കൊല്ല, പക്ഷെ സത്യം ഒരിക്കലും മരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം ഈ സന്ദേശങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ധ്യാനിച്ചോ ഈ കേട്ടത്.